പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം നിന്റെ സന്തോഷം എങ്ങനെ പൂർണ്ണമാകും എന്നതാണ്. ഇതാണ് ചോദ്യം. നിന്റെ സന്തോഷം എങ്ങനെ പൂർണ്ണമാകും? നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്, ഇല്ലേ? സന്തോഷമുണ്ട്. പക്ഷേ ആ സന്തോഷം പൂർണ്ണതയുള്ള സന്തോഷമാകണമെങ്കിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ച് എൻ്റെ സ്നേഹത്തിൽ നിലനിന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതായത് ഈശോയോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വഴി. ഈശോയിൽ നിന്ന് എത്രമാത്രം നമ്മൾ അകന്നു പോകുന്നുവോ അത്രമാത്രം നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവും, നമ്മുടെ സംതൃപ്തി നഷ്ടപ്പെടും. നമ്മൾ എത്രമാത്രം ഈശോയിലേക്ക് ചേർന്ന് നിൽക്കുന്നുവോ അത്രമാത്രം നമ്മൾ സന്തോഷമുള്ളവരായി മാറും. അപ്പോൾ സന്തോഷം കിട്ടാൻ, അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ പൂർണ്ണത കിട്ടാനുള്ള വഴിയാണ് ഈശോയിലേക്കുള്ള വഴി, ഈശോയിലേക്ക് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വഴി. ഈശോയോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ സ്നേഹിക്കുക എന്നതാണ്. അപ്പോഴാണ് നമ്മളുടെ തകർന്നു പോയ കൂടാരം, വചനത്തിൽ പറയുകയാണ്, തകർന്നു പോയ ദാവീദിൻ്റെ കൂടാരം പുതുക്കിപ്പണിയും. നമ്മുടെ ഹൃദയത്തിൽ തകർന്നു പോയ ചില സ്വപ്നങ്ങളുണ്ട്, തകർന്നു പോയ ചില സന്തോഷങ്ങളുണ്ട്, തകർന്നു പോയ ചില ബന്ധങ്ങളുണ്ട്. ഈശോ പറയാണ്, തകർന്നു പോയ ദാവീദിൻ്റെ കൂടാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടാരം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൂടാരം തകർന്നു കിടക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന ആഭ്യന്തര ഹർമ്മ്യം തകർന്നു കിടക്കുകയാണ്. കാരണം നമ്മൾ അതിന് വേണ്ടതുപോലെ ശ്രദ്ധിക്കുന്നില്ല, കെയർ ചെയ്യാത്തത് കൊണ്ട്. നമുക്കറിയാം, ഒരു വീട് നമ്മൾ വേണ്ടതുപോലെ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ വീടെന്ത് സംഭവിക്കും? അത് കൊളാപ്സ്ഡ് ആവും. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആഭ്യന്തര ഹർമ്മ്യം, അത് തകർന്നു കിടക്കുന്ന ദാവീദിൻ്റെ കൂടാരം ഈശോ പറയുകയാണ്, ഞാൻ പുതുക്കിപ്പണിയും. കർത്താവ് നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഈ ഉള്ളിലുള്ള ഈ കൂടാരത്തെ, ദൈവത്തിൻ്റെ കൂടാരം, ദാവീദിൻ്റെ കൂടാരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂടാരമാണ്. ആ കൂടാരത്തെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാതെ അവഗണിച്ച സമയങ്ങളെ ഓർത്ത് നമുക്ക് അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.